ശ്രീ മഹാദേവി നമ. നമസ്കാരം. ദേവി നാരായണീയം ദശകം 30. ശ്രീ പാർവതി പ്രാദുർഭാവത്തെ പറയുകയാണ്. കഴിഞ്ഞ ദശകത്തിൽ ദേവീപീഠ വർണ്ണനയെ ചെയ്ത് സതീദേവിയുടെ ദേഹത്യാഗം വർണ്ണിച്ചു. അതിൻ്റെ തുടർച്ച എന്ന വണ്ണമാണ് ഈ പാർവതി പ്രാദുർഭാവത്തെ വർണ്ണിക്കുക. ദേവീ ഭാഗവതത്തിലും ശിവമഹാപുരാണത്തിലും ഈ കഥ, ശിവമഹാപുരാണത്തിലാണ് പാർവതീഖണ്ഡം വളരെ വിസ്തരിച്ച് പാർവതീദേവിയുടെ ചരിത്രം പറയുക. സമാധിമഗ്നേ ഗിരിശേ വിരിഞ്ചാൽ തവ പ്രസന്നാത് കില താരകാഖ്യ ദൈത്യോ വരം പ്രാപ്യ വിജിത്യ ദേവാൻ സബാന്ധവ സ്വർഗസുഖാന്യഭുങ്ക്ത. സതീദേഹത്യാഗത്തെ പറഞ്ഞു. തുടർന്ന് ആ ശ്രീപരമേശ്വരൻ സമാധിനിഷ്ഠനായി എന്നും ആ കാലത്താണ് താരകൻ എന്ന അസുരൻ തപസ് ചെയ്യുകയും ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് വരം നേടി പ്രബലനായിത്തീർന്നു. സ്വർഗാദി ലോകങ്ങളെയെല്ലാം കീഴ്പ്പെടുത്തി ദേവന്മാരെയെല്ലാം അവിടെ നിന്ന് പുറത്താക്കുകയാണ്. സ്വർഗസുഖങ്ങളെയൊക്കെ ഈ താരകാസുരൻ തൻ്റെ ആ അസുര ജനങ്ങളോടുകൂടി അനുഭവിക്കാൻ ആരംഭിച്ചു. വരൈസ ഭർഗൗരസപുത്രമാത്രവധ്യത്വമാപ്തോസ്യ ച പത്ന്യഭാവാൽ സർവാധിപത്യം സ്വബലം ച മോഹാൻ മത്തോ ഭൃശം ശാശ്വതമേവ മേനേ. ശിവന്റെ ഔരസപുത്രന് മാത്രമേ താരകാസുരനെ നിഗ്രഹിക്കാൻ പറ്റൂ. അങ്ങനെയാണ് ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയത്. ശിവന് പുത്രനില്ല. ശിവപത്നിയാവട്ടെ ദേഹത്യാഗം ചെയ്തുവല്ലോ. ആ ഭഗവാൻ ആവട്ടെ സതീവിയോഗത്താൽ നിർവേദം പ്രാപിച്ച് സമാധിസ്ഥനായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരിക്കലും അദ്ദേഹത്തിന് ഇനി മറ്റൊരു വിവാഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പുത്രൻ ജനിക്കില്ല എന്നെല്ലാം കരുതിക്കൊണ്ടാണ് തനിക്ക് വന്നു ചേരുന്നതായ സർവാധിപത്യവും തൻ്റെ ശക്തി ഇതെല്ലാം ശാശ്വതമാവും എന്ന ഒരു കാരണത്താൽ, ആ ഒരു ചിന്ത കൊണ്ട് തന്നെ അഹങ്കരിക്കുകയും ചെയ്യുകയാണ്. നഷ്ടാഖിലാ ശ്രീഹരയേ സുരാസ്തേ നിവേദയാമാസുരശേഷദുഃഖം സചാഹദേവാ അനയേന നൂനമുപേക്ഷതേ നോ ജനനീ കൃപാദ്ര. ദുഃഖിതരായിത്തീർന്ന ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ പറഞ്ഞു, ആ ജഗദംബിക എല്ലാവരിലും കൃപ ഉള്ള ആളാണ് ദേവി. എന്താണോ ദേവിയുടെ കാരുണ്യം ലഭിക്കാൻ നാം ചെയ്യേണ്ടത് അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അവിടുന്ന് നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതിയാൽ മതി. ഒരു ഉപേക്ഷാബുദ്ധിയാണ് ദേവിക്ക് നമ്മളോടുള്ളത്. അതിനെ കാരുണ്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് കരുതാൻ പാടില്ല. അനുഗ്രഹത്തിന് നമുക്ക് അർഹതയില്ലാത്തത് കൊണ്ടാവാം. തദ് വിസ്മൃതേർജാതമിതം കരേണ യഷ്ട്യാ ചയാ താടയതി സ്വപുത്രം താമേവ ബാല സന്നിജേഷ്ടദാത്രിം
സഹസ്രം രുതൻ മാതരമഭ്യുപൈതി. നാം ദേവിയെ മറന്നു. അതുകൊണ്ടാണ് ആ അമ്മ, ആ ജഗദംബിക നമ്മളെ ഒന്ന് പരീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ശിക്ഷിക്കുകയാണ്. കുട്ടികളെ എന്തിനാണ് അമ്മമാർ ശിക്ഷിക്കുന്നത്? അവർക്ക് അവരുടെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അവരെ നേർവഴിക്ക് നടത്തുവാൻ വേണ്ടിയിട്ടാണ്. അമ്മ ശിക്ഷിക്കുമ്പോൾ വേദനിക്കുന്ന കുട്ടി വിളിച്ച് കരയുന്നത് അമ്മയെ തന്നെയാണ്. തനിക്ക് വേണ്ടതെല്ലാം നൽകുന്നത് അമ്മയാണ്, തന്നെ രക്ഷിക്കുന്നത് അമ്മയാണ്. തൻ്റെ വികൃതി കൊണ്ടാണ്, താൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് തനിക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതും കുട്ടിക്കറിയാം. ഇപ്പം ഏതൊരു കുട്ടിയാണെങ്കിലും, ഏതൊരു ബാലനാണെങ്കിലും, ഏതൊരു ശിശുവിനാണെങ്കിലും അമ്മയല്ലാതെ വേറെ ആരും ആശ്രയമില്ല. നമ്മളെല്ലാവരും ആ ദേവിയുടെ സന്തതികളാണ്. അവിടുന്ന് ജഗദംബികയാണ്. മാതാഹിന ശക്തിരിമാം പ്രസന്നാം കുര്യാമഭക്തിയാ തപസാ ച ശീഘ്രം സർവാപദ സൈവ ഹരിഷ്യതീതി ശ്രുത്വാമരാസ്ത്വാം നുനുവർ മഹേഷി. നമ്മൾ ഭക്തിയോടുകൂടി തപസ് ആ ദേവിയെ പ്രസാദിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. അങ്ങനെയെങ്കിൽ ദേവി നമ്മളുടെ ആപത്തുകളെയെല്ലാം നീക്കിത്തരും എന്നൊക്കെ ഭഗവാൻ മഹാവിഷ്ണു നിർദ്ദേശിക്കുന്നു. അത് ദേവന്മാർക്ക് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടു. ആ ദേവിയുടെ കാരുണ്യം മുൻപും അനുഭവത്തിൽ കൂടി തന്നെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഹിമവൽ പാർശ്വത്തിലെത്തി ദേവീഭജനം ആരംഭിച്ചു എന്നാണ്. അങ്ങനെയാണ് ദേവീ ഭാഗവതത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഓരോരുത്തരും, ദേവന്മാരും മഹർഷിമാരും സജ്ജനങ്ങളും എല്ലാം ചേർന്ന് ദേവീഭജനം ആരംഭിക്കുകയാണ്. ഈ തരകാസരിൽ നിന്നുള്ള ഉപദ്രവം സഹിക്കവയ്യാതെ താരകാസുരനെ നിഗ്രഹിക്കാൻ ഒരു ശിവപുത്രൻ ഉണ്ടാവണം. അതിന് ആ ഭഗവാന് പത്നി ഉണ്ടാവണം. ദേവി അവിടുന്ന് ശിവപത്നിയായി തീരണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവരൊക്കെ പ്രാർത്ഥിക്കുന്നത്. മന്ത്രങ്ങളെ കൊണ്ട് മന്ത്രജപം ചെയ്യുന്നവർ, മന്ത്രോപാസന ചെയ്യുന്നവർ, സൂക്തങ്ങളെ കൊണ്ട്, വേദസൂക്തങ്ങളെ കൊണ്ട്, ആ വേദം ഉരുക്കഴിച്ചുകൊണ്ട് ഉപാസിക്കുന്നവർ. അപ്പോൾ അവരവർക്ക് ഏത് രീതി സാധ്യമാണോ, ഉപാസന ഏത് രീതിയിലാണോ, ഏത് വിധേനയാണോ ഓരോരുത്തർക്കും സാധ്യമാവുക, അതേപോലെ ഉപാസിക്കുക. അങ്ങനെ ഉപാസിച്ചാൽ മതി എന്നാണ് കാണിച്ചു തരുന്നത്. യാഗാദികൾ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ പൂജിക്കുന്നു. ഷോഡശോപചാരങ്ങളെ കൊണ്ട് പൂജിക്കാൻ കഴിയുന്നവർ അങ്ങനെ ദേവിയെ പൂജിക്കുന്നു. ചാന്ദ്രായണാദി, അർദ്ധചാന്ദ്രായണം, പൂർണ്ണചാന്ദ്രായണം, ചാന്ദ്രായണ കൃച്ഛ്രം തുടങ്ങിയിട്ടുള്ള വ്രതങ്ങളെ കൊണ്ട് ദേവി ഉപാസന ചെയ്യുന്നവർ, ദേവീ നാമങ്ങളെ ജപിച്ചുകൊണ്ട് നാമജപം ചെയ്യുന്നവർ, പ്രകാരം അവരുടെ ദേവീഭജനം തുടരുകയാണ്. നിശമ്യതേഷാം ശ്രുതിവാക്യഗർഭ സ്തുതിം പ്രസന്ന വിബുധാം സ്ത്വമാദ്ധ അലം വിഷാദേന സുരാസമസ്തം ജാനേ ഹരിഷ്യാമി ഭയം ദ്രുതം വ. അവരുടെ എല്ലാം പ്രാർത്ഥന കേട്ട് ദേവി പ്രസാദിക്കുകയും ദേവന്മാരുടെ സങ്കടം തീർത്തുകൊള്ളാം എന്നവർക്ക് ഉറപ്പുകൊടുത്തു, അവരെ അനുഗ്രഹിച്ചു. ഹിമാദ്രിപുത്രീ വിബുധാസ്തദർത്ഥം ജായേത ഗൗരീ മമ ശക്തിരേക സാ ച പ്രതേയ വൃഷഭധ്വജായ തയോ സുതസ്തം ദിതിജം ച ഹന്യാത്. എങ്ങനെയാണ് ദേവന്മാരുടെ ഭയത്തെ നീക്കാൻ പോകുന്നത്?
ദേവി ഗൗരിയായി ഹിമവാന്റെ പുത്രിയായി ജനിക്കും. ആ ഹിമവാൻ തൻ്റെ പുത്രിയെ ശിവന് നൽകും. അങ്ങനെ അവർക്കൊരു പുത്രൻ ജനിക്കും. ആ ശിവപുത്രൻ താരകാസുരനെ നിഗ്രഹിക്കും. മുൻപ് ദക്ഷപുത്രിയായി വന്ന് ജനിച്ചുവെങ്കിലും ആ ദക്ഷഗൃഹത്തിൽ ദക്ഷന്റെ പ്രാർത്ഥനയെ കേട്ട് ജനിച്ചുവെങ്കിലും ആ ദക്ഷൻ തന്നെ ശിവനെ അപമാനിച്ചു, ദേവിയെയും നിന്ദിച്ചു എന്ന കാരണത്താൽ ദേവി ആ ദക്ഷപുത്രി എന്നുള്ള പദവിയെ ഉപേക്ഷിച്ചു, ശരീരം ഉപേക്ഷിച്ചു. എന്നാൽ ഇവിടെ ഹിമവാനാവട്ടെ പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല, ഹിമവാൻ ചോദിച്ചു വാങ്ങിയതല്ല, ഹിമവാന് അപ്രതീക്ഷിതമായി കിട്ടിയൊരു ഭാഗ്യമാണ് എന്നാണ്. അത് കാരുണ്യം കൊണ്ട്, ദേവിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതാണ് ഹിമവാന്റെ മഹത്വം എന്ന് ഇവിടെ കാണിക്കുന്നു. ഇത്തം നിശമ്യാസ്തഭയേഷു ദേവേഷു അഭ്യർത്ഥിത ദേവി ഹിമാചനേന ത്വം വർണ്ണയന്തി നിജതത്വമേഭ്യ പ്രദർശയാമാസിധ വിശ്വരൂപം. തൻ്റെ പുത്രീരൂപത്തിൽ ആ ജഗദംബിക അവതരിക്കും എന്ന് അറിഞ്ഞതോടുകൂടി ഹിമവാന് ഉത്കണ്ഠയായി. ഒരുപക്ഷെ താൻ തൻ്റെ പുത്രി എന്ന രീതിയിൽ ആ ദേവിയുടെ ജഗദംബികയുടെ മേൽ അമിതമായ സ്വാതന്ത്ര്യം കാണിക്കുമോ, അങ്ങനെ ഒരു അപരാധം തനിക്ക് സംഭവിക്കുമോ, അങ്ങനെ പലതരത്തിലുള്ള ആശങ്കകളാണ് ഹിമവാനെ അലട്ടുന്നത്. എന്താണ് ദേവീ പ്രഭാവം, എന്താണ് ദേവീ രഹസ്യം? ആ പരമരഹസ്യത്തെ അറിയുകയാണെങ്കിൽ തനിക്ക് തെറ്റുപറ്റാതിരിക്കാൻ ശ്രമിക്കാമല്ലോ. അങ്ങനെയാണ് ആ ഹിമവാൻ തന്നെ ദേവിയോട്, ജഗദംബികയോട് പ്രാർത്ഥിക്കുന്നു, ആ പരമതത്വത്തെ ഉപദേശിച്ചു തന്നാലും. എല്ലാവരും കേൾക്കെ തന്നെ, ഇന്ദ്രാദി ദേവന്മാരെല്ലാം കേൾക്കെ തന്നെയാണ് ദേവി തൻ്റെ തത്വം എന്ത് എന്ന് ഹിമവാന് പറഞ്ഞു കൊടുക്കുന്നത്. ദേവി ഭാഗവതത്തിൽ ഈ പാർവതി അവതാരം പറഞ്ഞതിന് തുടർന്ന് നമുക്ക് ഏറെ അധ്യായങ്ങളെ കൊണ്ട് സപ്തമസ്കന്ധത്തിൽ ദേവീഗീത എന്ന പേരിൽ ആ ദേവി ഹിമവാന് കൊടുക്കുന്ന ഉപദേശത്തെ കാണാൻ കഴിയും. ദേവി വിശ്വരൂപ ദർശനം ഹിമവാന് അനുഭവവേദ്യമാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഭക്തിയോഗം, അഷ്ടാംഗയോഗം, ഇതിനെക്കുറിച്ചെല്ലാം പൂജാവിധികൾ, ക്രിയായോഗം, ഇതിലെല്ലാം വിസ്തരിച്ച് ഉപദേശിക്കുന്നുണ്ട്. അതെല്ലാം ദേവീഭാഗവതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന സന്ദർഭങ്ങളാണ്. സഹസ്രശീർഷം ച സഹസ്രവക്ത്രം സഹസ്രകർണം ച സഹസ്രനേത്രം സഹസ്രഹസ്തം ച സഹസ്രപാദം അനേകവിദ്യുൽ പ്രഭമുജ്വലം ച. ഒരേ ഒരു സൂര്യന്റെ പ്രതിബിംബം അനേകം ജലാശയങ്ങളിൽ പ്രതിബിംബിച്ച് കാണുന്നത് പോലെ, പ്രത്യക്ഷപ്പെട്ട് കാണുന്നത് പോലെ, സമസ്ത ജീവരാശികളിലും ചൈതന്യരൂപത്തിൽ ചേതനയായി വർത്തിക്കുന്നത് ദേവീ പ്രതിബിംബം തന്നെയാണ്. ജീവൻ അഥവാ ജീവാത്മാവ് ഈ പ്രതിബിംബ ചൈതന്യമാണ്. അങ്ങനെ നാം കണക്കാക്കുമ്പോൾ എല്ലാ ശരീരങ്ങളുടെയും ഉടമസ്ഥ അവകാശം ദേവിക്കുണ്ട്. ലോകത്തിൽ എത്രയെത്ര കൈകളുണ്ടോ, എത്രയെത്ര പാദങ്ങളുണ്ടോ, എത്രയെത്ര ശിരസ്സുകളുണ്ടോ, അതെല്ലാം ദേവിയുടേതാണ്. അതാണ് ആയിരക്കണക്കിന് ശിരസ്സുകൾ, ആയിരക്കണക്കിന് പാദങ്ങൾ, ആയിരക്കണക്കിന് കൈകൾ എന്ന് സ്തുതിക്കുന്നതിൻ്റെ താത്പര്യം. ഒടുങ്ങാത്തത്, അനേകം. ദൃഷ്ട്വേതമീശ്വര്യഖിലൈർ ഭിയോക്താത്വം ചോപസംഹൃത്യ വിരാട് സ്വരൂപം കൃപാവതീ സ്മേരമുഖീ പുനശ്ച നിവൃത്തിമാർഗം ഗിരയേ നൃകാദി. ദേവിയുടെ വിശ്വരൂപം ദർശിച്ചതോടുകൂടി
അതിനെ ഉപസംഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വാരിധിയായിട്ടുള്ള ദേവി ആ വിശ്വരൂപത്തെ ഉപസംഹരിച്ചു. വീണ്ടും പുഞ്ചിരി തൂകിക്കൊണ്ട് അത്യധികം സുന്ദരമായിട്ടുള്ള രൂപത്തിൽ നിന്നാണ് ലളിതാ പരമേശ്വരിയായി ത്രിപുര സുന്ദരിയായി നിന്നുകൊണ്ട് ഉപദേശിക്കുകയാണ്. ജ്ഞാനയോഗം, കർമ്മയോഗം, ജ്ഞാനകർമ്മയോഗ ഭക്തികളെ എല്ലാം തന്നെ എല്ലാ സാധന വിഭാഗങ്ങളെയും വ്യത്യസ്തങ്ങളായ സാധനാ മാർഗങ്ങളെയും ഇവിടെ വിസ്തരിക്കുകയാണ്. അതിസൂക്ഷ്മമായിട്ടുള്ള ധ്യാനയോഗം മുതൽ സ്ഥൂലമായ വിഗ്രഹ ആരാധന, ക്ഷേത്രം നിർമ്മിച്ച് പൂജിക്കുന്ന പ്രതിമാ പൂജ വരെയുള്ള എല്ലാ സാധനാവിശേഷങ്ങളും ഇവിടെ ക്രമത്തിൽ പറഞ്ഞു. ഉക്ത്വാ അഖിലം സംശ്രുതി മുക്തിമാർഗം സുരേഷു പശ്യൽ സുതിരോദധാഥ ശ്രുത്വാദ്രിമുഖ്യാസ്തവ ഗീതമുച്ചൈർ ദേവാ ജപധ്യാനപരാ ബഭൂവു. മുക്തി നേടാനുള്ള സാധനകളെ വിസ്തരിച്ച് കേൾപ്പിച്ചു കൊടുത്തു ദേവി. അതെല്ലാം ഹിമവാനും ദേവന്മാരും വിസ്തരിച്ച് ശ്രദ്ധയോടുകൂടി കേട്ടു. അങ്ങനെ അവരെയെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് ദേവി അന്തർധാനം ചെയ്തു. ഹിമവാനും പത്നിയായിട്ടുള്ള മേനാദേവിയോടുകൂടി ആ തൻ്റെ സാധന, തൻ്റെ ഉപാസന തുടർന്നുകൊണ്ടിരുന്നു. പുരാണങ്ങളിൽ പർവ്വതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പർവ്വതരൂപത്തിൽ, പർവ്വതാകാരത്തിലുള്ള രൂപം കൂടാതെ ഒരു മനുഷ്യ രൂപേണ കൂടിയിട്ടുള്ള കൊട്ടാരം, അവിടെ രാജാവ്, രാജ്ഞി, ഇത്തരത്തിലുള്ള ഒരു വർണ്ണന കൂടി നമുക്ക് പുരാണങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ ഹിമവാന്റെ അനുചരന്മാർ, അതുപോലെ പുത്രന്മാർ, ഹിമവാന്റെ പത്നിയായിട്ട് മേനാദേവി, പിതൃക്കളുടെ പുത്രിയായിട്ടുള്ള മേന, ഹിമവാന്റെ പുത്രന്മാരായിട്ട് മറ്റ് പർവ്വതങ്ങൾ, മൈനാകം തുടങ്ങിയിട്ടുള്ളവർ, ഇങ്ങനെ ഒരു വർണ്ണന കൂടി നമുക്ക് കാണാൻ കഴിയും. അഥൈകഥാ പ്രാദുരഭൂത് ഹിമാദ്രൗ ശാക്തം അഹോ ദക്ഷഗൃഹേ യഥാ പ്രാക് ക്രമേണ തദ്ദേവി ബഭൂവ കന്യാ സാ പാർവതീതി പ്രഥിതാ ജഗൽസു. ദക്ഷഗൃഹത്തിൽ ദക്ഷപുത്രിയായി അവതരിച്ച ദേവി ഇവിടെ അതുപോലെ തന്നെ ആവർത്തിക്കുകയാണ്. ഹിമവാന്റെ ഗൃഹത്തിൽ ഹിമവാന്റെ പത്നിയായിട്ടുള്ള മേനാദേവിയിൽ പുത്രീ രൂപത്തിൽ പാർവതിയായി അവതരിച്ചു. ഹൈമവതിയായി, പാർവതിയായി, ഗിരിജയായിട്ടെല്ലാം അറിയപ്പെടുന്ന ദേവി ആവിർഭവിച്ചു. ഹിമാദ്രിണൈഷാചഹരായ ദത്ത തയോ സുത സ്കന്ദ ഇതി പ്രസിദ്ധ സതാരകാഖ്യം ദിദിജം നിഹത്യ രക്ഷലോകാനഖിലാൻ മഹേഷി. ശിവപുത്രന് മാത്രമേ താരകാസുരനെ നിഗ്രഹിക്കാൻ കഴിയൂ. അതാണ് താരകൻ നേടിയ വരം. ഇവിടെ ആ ഭഗവാൻ ശ്രീപരമേശ്വരൻ ഹിമവാന്റെ പുത്രിയായ പാർവതിയെ വിവാഹം ചെയ്തു. ആ വിവാഹ കഥയൊക്കെ ദേവീ ഭാഗവതത്തിൽ വർണ്ണിച്ച് കാണുന്നില്ല. അത് പറയുന്നത് ശിവമഹാപുരാണത്തിലാണ്. അവർക്ക് സ്കന്ദൻ എന്ന പുത്രൻ ജനിച്ചു. ആ സ്കന്ദൻ സുബ്രഹ്മണ്യൻ അഥവാ കാർത്തികേയൻ ദേവസൈന്യാധിപനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു. ആ സുബ്രഹ്മണ്യനാണ്, ആ സ്കന്ദനാണ് താരകാസുരനെ നിഗ്രഹിക്കുന്നത്. സതീവിയോഗത്താൽ നിർവേദം ബാധിച്ചതായ ഭഗവാന് ശ്രീപരമേശ്വരന് അദ്ദേഹം സമാധിമഗ്നനായി തീർന്നു എന്നും, പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം വിവാഹം ചെയ്തു, എങ്ങനെ വിവാഹം ചെയ്തു, ആ സംശയത്തിൻ്റെ മറുപടി കൂടി ഇവിടെ ദേവി മഹേഷി എന്ന ആ ഒരു അഭിസംബോധന കൊണ്ട് സൂചിപ്പിച്ചിട്ട് വിസ്തരിക്കുകയാണ്. വൈരാഗ്യം ബാധിച്ച ഒരുവനെ, വിരാഗിയെ ആസക്തനാക്കുവാനും
അത്യാസക്തനായിട്ടുള്ള ഒരുവനെ വിരക്തനാക്കുവാനും ദേവിക്ക് കഴിയും. അതാണ് ആ പരാശക്തിയുടെ സവിശേഷത. ദുർവാസശാപബലേന ശക്രോ നഷ്ടാഖില ശ്രീർവചനേന വിഷ്ണോ ക്ഷീരോദധിം സാസുരദേവസംഘോ അമന്ധ തസ്മാത് ഉദഭൂഷലക്ഷ്മി. ഇവിടെ അടുത്ത ഒരു കഥാസന്ദർഭത്തെ പറയുകയാണ്. എങ്ങനെ മഹാവിഷ്ണുവിന് ആ ലക്ഷ്മി ദേവിയെ ലഭിച്ചു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതായ ശക്തിയെ എങ്ങനെ തിരികെ ലഭിച്ചു എന്ന് പറയുകയാണ്. ഒരിക്കൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പാദത്തിൽ ശ്രീപരമേശ്വരൻ പുഷ്പാർച്ചന ചെയ്തു എന്നും അതിൽ നിന്നും പ്രസാദമായിട്ടുള്ളൊരു പൂവ് ദുർവാസസ് മഹർഷിക്ക് ലഭിച്ചു. ദുർവാസസാവട്ടെ അത് ദേവേന്ദ്രന് നൽകി. എന്നാൽ മതോന്മത്തനായ ഇന്ദ്രൻ തനിക്ക് ലഭിച്ച പ്രസാദത്തിനെ നിന്ദിച്ചു. അത് ഐരാവതത്തിന്റെ ശിരസിൽ വെച്ചു. അത് ഐരാവതം താഴെ ഇടുന്നു, അതിനെ ചവിട്ടിയരയ്ക്കുന്നു. ഇങ്ങനെ വിഷ്ണു ദത്തമായ പ്രസാദം അല്ലെങ്കിൽ ആ വിഷ്ണു നിർമാല്യത്തിനെ നിന്ദിക്കുകയാണ് ഇന്ദ്രൻ ചെയ്തത് എന്ന് കണ്ട് ദുർവാസസ് കോപിച്ചു, ഇന്ദ്രനെ ശപിച്ചു. ഐശ്വര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ദേവന്മാരൊക്കെ ജരാനരബാധയ്ക്ക് ബാധിച്ചവരായി തീർന്നു. ദുർവാസസിന്റെ ശാപം കൊണ്ട് സ്വർഗലോകം ശുഷ്കമായി പോയി. ദേവന്മാരുടെ പ്രഭാവമെല്ലാം നശിച്ചു. അങ്ങനെയാണ് ദേവേന്ദ്രൻ ബ്രഹ്മാവിനോടൊപ്പം ഭഗവാൻ മഹാവിഷ്ണുവിനെ ആശ്രയിക്കുന്നത്. ഭഗവാൻ ആവട്ടെ പാലാഴി മഥനം ചെയ്യാനാണ് നിർദ്ദേശിച്ചത്. അങ്ങനെ ദേവന്മാർ അസുരന്മാരോട് സഖ്യം ചെയ്ത് പാലാഴി മഥനം ചെയ്തു. ആ പാലാഴി മഥനത്തിൽ ആണ് ദേവി ലക്ഷ്മി ആവിർഭവിച്ചത്. ഭാഗവതം 8ാമത്തെ സ്കന്ധത്തിൽ ഈ പാലാഴി മഥനം കഥ വിസ്തരിക്കുന്നതായിട്ട് കാണാം. യാ പൂജിതേന്ദ്രേണ രമാ തവൈകാശക്തിസ്വരൈശ്വര്യപുരപ്രധാനാത് ശാപാൻ മുനേർ ദേവഗണാൻ വിമോച്യ കടാക്ഷതസ്തേ ഹരിമാബഭൂയ. പാലാഴിയിൽ നിന്ന് സകരകന്യകയായി ഉയർന്നു വന്ന ലക്ഷ്മീദേവിയെ ദേവേന്ദ്രൻ പൂജിച്ചു. സന്തുഷ്ടയായിട്ടുള്ള മഹാലക്ഷ്മി എല്ലാ ഐശ്വര്യവും നഷ്ടപ്പെട്ടതെല്ലാം തന്നെ ദേവന്മാർക്ക് നൽകി. ആ ലക്ഷ്മീദേവിയാകട്ടെ ഭഗവാൻ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. ആ മഹാവിഷ്ണുവിനെ തന്നെ തൻ്റെ പതിയായി സ്വീകരിച്ചു. ആ ലക്ഷ്മി ഉപാഖ്യാനം ദേവീ ഭാഗവതത്തിൽ 9ാം സ്കന്ധത്തിൽ കാണാൻ കഴിയും. ദേവന്മാർക്ക് ഐശ്വര്യം നഷ്ടപ്പെടാനും പിന്നീട് അത് തിരികെ കിട്ടാനും ഇടയാക്കിയതായ സന്ദർഭത്തെ ദേവീ ഭാഗവതത്തിലും വിസ്തരിക്കുന്നത് കാണാം. ത്വം സർവശക്തിർനജിതാസി കേനാപ്യന്യാഞ്ജയസ്യേവ സദാ ശരണ്യാ മാതേവ പത്നീ വസുദേവ വാ ത്വം വിഭാസി ഭക്തസ്യ നമോ നമസ്തേ. ദേവി ശക്തിസ്വരൂപിണിയാണ്, സർവശക്തിസ്വരൂപിണിയാണ്. ആരുടെ മുൻപിലും ദേവിക്ക് പരാജയമില്ല. അന്യരെ പരാജയപ്പെടുത്താൻ, അന്യരെ തോൽപ്പിക്കുവാൻ ദേവിക്കാവും. അങ്ങനെയുള്ള ദേവിയെയാണ്, ജഗദംബികയാണ് ഏതൊരു ഭക്തനും ശരണം പ്രാപിക്കേണ്ടത്. ഭക്തനു വേണ്ടി ഏത് രൂപത്തിലും ദേവി ആവിർഭവിക്കും. അവിടുന്ന് അമ്മയാണ്. ആ ജഗദംബിക തന്നെയാണ്, ആ മാതൃസ്വരൂപിണി തന്നെയാണ് ദക്ഷന്റെയും ഹിമവാന്റെയും പുത്രീഭാവത്തിൽ വന്നത്. ശ്രീപരമേശ്വരന് പത്നീ രൂപത്തിൽ വന്നത്, മഹാവിഷ്ണുവിന് പത്നീ രൂപത്തിൽ വന്നത്. അപ്പോൾ ഇവിടെ അമ്മയായിട്ടും പത്നിയായിട്ടും പുത്രിയായിട്ടും ഒക്കെ വന്ന ദേവിക്ക് എന്നാൽ പത്നിയുടെയോ മാതാവിൻ്റെയോ പുത്രിയുടെയോ പരിമിതികളൊന്നും തന്നെ ജഗദംബികയ്ക്കില്ല. സർവതന്ത്ര സ്വതന്ത്രയാണ് ദേവി.
എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ദേവിയെ വീണ്ടും വീണ്ടും പ്രണമിച്ചുകൊണ്ടാണ് ഈ പാർവതി അവതാര കഥയെ ഇവിടെ സ്തോത്രകാരൻ സമർപ്പിക്കുന്നത്. ഇങ്ങനെ 30-ാമത്തെ ദശകം സമാപിക്കുന്നു. ശ്രീ മഹാദേവി നമഃ.